ഇതിനു മുൻപും ഒരു ഗവർണർ കേരളത്തിലുണ്ടായിരുന്നു. ഇവരെന്താ പറഞ്ഞത്? ആ ഗവർണർ കേരളം വിട്ടു പോകുന്ന സമയത്ത് അന്നത്തെ കേരളത്തിൻ്റെ ഒരു ശാരീരിക ഭാഷ എന്തായിരുന്നു? തീർച്ചയായിട്ടും വീണ്ടും പുതിയൊരാൾ വരുന്ന സമയത്ത് അദ്ദേഹം ഇവർ ആഗ്രഹിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിക്ക് ഓശാന പാടുന്ന ഒരു ഗവർണറായിട്ട് ഗവർണർക്ക് ഇരിക്കാൻ സാധിക്കില്ല. ഗവർണർക്ക് ഗവർണറുടേതായിട്ടുള്ള തീരുമാനമുണ്ടാകും. ആ തീരുമാനം അദ്ദേഹമാണ് ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിലൂടെ കടന്നു പോകും. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങൾ ഗവർണറെ നിയന്ത്രിക്കാനുള്ള ഒരു പാർട്ടിയോ കാര്യങ്ങൾക്ക് കാര്യങ്ങൾ പകർന്നു കൊടുക്കേണ്ട ഒരു പാർട്ടിയോ അല്ലല്ലോ. കാരണം ഗവർണർ എത്രയോ ഉന്നതനാണ്, ഉയർച്ചയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നിലപാടെടുക്കട്ടെ. എന്നാൽ ഇവിടെ SFIയെ കൊണ്ടും DYFIയെ കൊണ്ടും ഗവർണറെ തെരുവിൽ തടയിക്കാനോ ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനോ ഒരു ഉത്തരവാദിത്വപ്പെട്ട ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി തയ്യാറാവുക എന്ന് പറയുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നത് BJP തെരുവിലിറങ്ങുമെന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടും DYFIയുമായിട്ടും SFIയുമായിട്ടും ഒരു ദ്വന്ദ്വയുദ്ധത്തിന് ഞങ്ങളെ റോഡിലിറക്കാമെന്നാണ് തീരുമാനമെങ്കിൽ അതല്ല ഞങ്ങളുടെ ജോലി. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജോലിക്കാരെ പോലെ പ്രവർത്തിക്കും. ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്